ഇറാനുമായുള്ള ആണവ സമാധാന കരാറാണ് താൻ ഇഷ്ടപ്പെടുന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെളിപ്പെടുത്തി രംഗത്തെത്തുകയുണ്ടായി. അമേരിക്കയും ഇസ്രയേലും ഇറാനെ തകർക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വളരെയധികം ശക്തമായതോടെ അദ്ദേഹം ട്രൂത്തിലെ പോസ്റ്റിൽ കുറിക്കുകയും ഉണ്ടായി. ഇറാനെ സമാധാനപരമായി വളരാനും അഭിവൃദ്ധിപ്പെടുത്താനും അനുവദിക്കുന്ന ഒരു വേരിഫൈഡ് ന്യൂക്ലിയർ പീസ് എഗ്രിമെന്റാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്നാണ് ട്രംപ് തന്റെ പോസ്റ്റിലൂടെ വെളിപ്പെടുത്തുന്നത്. കരാർ യാഥാർത്ഥ്യമാകാൻ ഉടൻ തന്നെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുമെന്നും ആ കരാർ യാഥാർത്ഥ്യമായാൽ മിഡിൽ ഈസ്റ്റിൽ വലിയ ആഘോഷം നടത്തണമെന്നും ട്രംപ് ട്രൂത്തിലെ കുറിപ്പിൽ പറയുകയും ചെയ്തു. ഇറാൻ ഒരു മഹത്തായതും വിജയകരവുമായ രാജ്യമായി മാറണമെന്ന് താൻ ആഗ്രഹിക്കുന്നു. അതിന് ആണവായുധം കൈവശം വെക്കരുതെന്നും അദ്ദേഹം തുറന്നു പറയുകയുണ്ടായി. ഇത്തരത്തിൽ ആയുധങ്ങൾ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണത്തിൽ ഇറാനെതിരെ പരമാവധി സമ്മർദ്ദ നയം പുനഃസ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവിൽ ഒപ്പുവെച്ചതിന് ശേഷമാണ് ട്രംപ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. അതേസമയം ഇറാൻ ആണവായുധം വികസിപ്പിക്കാൻ ഒരുങ്ങുന്നുവെന്ന ആരോപണങ്ങൾക്ക് പിന്നാലെ ഇറാനെതിരെ ഉപരോധനം സ്വീകരിക്കാൻ അമേരിക്ക ഒരുങ്ങുന്നതായിട്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ നയം കടുപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം തുറന്നു പറഞ്ഞു. വൈറ്റ് ഹൗസിലെ തന്റെ ആദ്യ ടീമിലേതിന് സമാനമായ ഉപരോധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള മെമ്മോറാണ്ടത്തിൽ ഒപ്പുവെക്കുന്നതിനിടയിലാണ് ട്രംപ് ഇക്കാര്യം പ്രധാനമായും അറിയിച്ചത്. ആണവ മേഖലയിൽ ഉൾപ്പെടെ ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്കയിലെ എല്ലാ വകുപ്പുകളോടും നിർദ്ദേശിക്കുന്ന മെമ്മോറാണ്ടത്തിലാണ് ട്രംപ് ഒപ്പുവെച്ചതെന്ന് വൈറ്റ് ഹൗസ് അറിയിക്കുകയും ചെയ്തു. ഇറാന്റെ അതിക്രമങ്ങളെ തടയുന്നതിന് ട്രംപ് ഭരണകൂടത്തിന് ഈ ഉപരോധം കൂടുതൽ കരുത്തേകുമെന്നാണ് വൈറ്റ് ഹൗസ് പ്രധാനമായും വിലയിരുത്തുന്നത്. പക്ഷേ കടുത്ത നടപടിയിലേക്ക് നീങ്ങുന്നതിൽ ദുഃഖമുണ്ടെന്നാണ് ട്രംപ് നടത്തിയ പ്രതികരണം. അമേരിക്കയുടെ ഈ നീക്കം ഇറാനെ സംബന്ധിച്ച് വളരെ കഠിനമായ ഒന്ന് തന്നെയാണ്. തീരെ മനസ്സോടെയല്ല ഞാൻ ഈ നിർദ്ദേശത്തിൽ ഒപ്പുവെക്കുന്നത്, എന്നാൽ എല്ലാവരും ഇതാണ് ആഗ്രഹിക്കുന്നതെന്നാണ് മെമ്മോറാണ്ടത്തിൽ ഒപ്പുവെച്ച ശേഷം ട്രംപ് നടത്തിയ പ്രതികരണം. പക്ഷെ കടുത്ത പ്രതിരോധത്തിലേക്ക് പോകേണ്ടി വരില്ലെന്നാണ് കൂടുതലും പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ കരുത്തരായി തുടരുന്നതിനാണ് അതൃപ്തിയുണ്ടെങ്കിലും ഞാൻ ഈ തീരുമാനമെടുക്കുന്നതെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുകയുണ്ടായി. എല്ലാവർക്കും സന്തോഷത്തോടെ ജീവിക്കുന്നതിന് ഇറാനുമായി ഒരു സന്ധി ഉണ്ടാക്കാനുള്ള സാധ്യതയും ഞാൻ പരിശോധിക്കുന്നതാണ്. പക്ഷേ ഈ നിർദ്ദേശങ്ങൾക്കൊപ്പം ഒരു ഭീഷണിയും ട്രംപ് മുന്നോട്ട് വെച്ചു. തന്നെ വകവരുത്താനാണ് ഇറാന്റെ ഉദ്ദേശമെങ്കിൽ പിന്നെ ആ രാജ്യം ബാക്കിയുണ്ടാവില്ലെന്നാണ് ട്രംപ് ഉയർത്തിയ ഭീഷണി. തന്നെ വധിക്കുകയാണെങ്കിൽ ഇറാൻ എന്ന രാജ്യം തുടച്ചു നീക്കുന്നതിനുള്ള എല്ലാ നിർദ്ദേശവും ഇതിനോടകം നൽകിയിട്ടുണ്ടെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുകയുണ്ടായി.